SFIO അന്വേഷണത്തിനെതിരായ വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. SFIO അന്വേഷണം തുടരും. ഒറ്റ വാക്കിലാണ് ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത്. വിധി പകർപ്പ് നാളെ കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ജസ്റ്റിസ് M. നാഗപ്രസന്ന പറഞ്ഞു. അതേസമയം എക്സാലോജിക് ഹർജി തള്ളിയതോടെ രാഷ്ട്രീയ വേട്ട എന്ന CPIM വാദം പൊളിഞ്ഞുവെന്ന് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ പറഞ്ഞു. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങിയാൽ കുറ്റം പറയാനാകില്ല. ഗുരുതര ക്രമക്കേട് നടന്നതിനാലാണ് കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ BJP സംഘപരിവാർ സർക്കാരിൻ്റെ വേട്ടയാടലാണ് എന്ന പിണറായി വിജയൻ്റെയും CPMൻ്റെയും വാദം പാടെ പൊളിഞ്ഞിരിക്കുന്നു. ഇനി ആ വാദം ഉയർത്താൻ കഴിയില്ല. അതിവിപുലമായ ക്രമക്കേടും നടത്തിയെന്ന് പ്രാഥമികമായി കോടതിക്ക് കൂടി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി തന്നെ കണ്ടെത്തിയത്. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. നിയമപരമായി അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. SFIയുടെ അന്വേഷണത്തിന് എന്തിനാണ് 8 മാസത്തെ കാലപരിധിയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് 2 കൈകളും ശുദ്ധമാണെന്നാണ്. പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് KSIDC കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി. ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു, കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി, നിയമപരമായ മാർഗങ്ങൾ തേടി. അതുകൊണ്ട് ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, ഒപ്പം ഷഫീദ് റാവുത്തർ. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് എന്നത് വിശദീകരിക്കാൻ ആദ്യം മനേഷ് മൂർത്തിയിലേക്ക്. മനേഷ്, ഒറ്റ വരിയിലാണ് ഇപ്പോൾ ഈ ഹർജി കോടതി തള്ളിയത്. അതിന്റെ വിശദാംശങ്ങൾ എന്ത് എന്നത് നാളെ രാവിലെ 10:30 നമുക്ക് അറിയാൻ കഴിയൂ. പക്ഷേ ഏറ്റവും പ്രധാനമായി വീണ വിജയൻ ഉന്നയിച്ച വാദം കമ്പനികാര്യ വകുപ്പിന്റെ 210 വകുപ്പ് അനുസരിച്ച് ഇതിനോടകം തന്നെ ROCയുടെ അന്വേഷണം നടന്നതാണ്, റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അപ്പോൾ അതേ നിയമത്തിൽ തന്നെ 212 വകുപ്പിൽ ഇത്തരത്തിലേക്കൊരു അന്വേഷണം എങ്ങനെ നടത്താൻ കഴിയും എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുമ്പോൾ അന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ നൽകിയ മറുപടി ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി ഈ ഹർജി തള്ളുന്നു എന്ന് പറയുമ്പോൾ ആ വാദം കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം SFIയുടെ വാദങ്ങൾ പൂർണ്ണമായും തന്നെ കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ വിധിയോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച 2 വാദങ്ങളും പൂർത്തീകരിച്ചതാണ്. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെന്റ് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിരുന്ന ഒരു കാര്യം. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. കൃത്യമായി 2:30 കോടതി തുറന്നു. കോടതി ലഞ്ച് ബ്രേക്കിന് ശേഷം തുറക്കുന്നു. അവിടെ ജസ്റ്റിസ് M. നാഗപ്രസന്ന വിധി പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. ഒറ്റ വാക്കിലാണ് വിധി. അത് ഹർജി തള്ളുന്നു എന്നത് മാത്രം. ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കേണ്ടത്. അത് നാളെ മാത്രമേ നമുക്ക് വിധിപ്പകർപ്പ് ലഭിക്കുകയുള്ളൂ. ആ വിധിപ്പകർപ്പ് ലഭിച്ചാൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം തിങ്കളാഴ്ച ഈ ഹർജി മാറ്റിവെക്കുമ്പോൾ അതായത് കടുപ്പമേറിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം SFIക്ക് നൽകിയിരുന്നു കോടതി. അത് ഈ പറഞ്ഞ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകരുത് എന്ന് തന്നെയായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിധിപ്പകർപ്പിലുണ്ടോ എന്നുള്ളതാണ്, വിധിയിലുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് എക്സാലോജിക്കിനും അതുപോലെ തന്നെ വീണ വിജയനും ഒക്കെ ഈ ഒരു വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ. കാരണം ആ രീതിയിൽ തന്നെയാണ് വാദമുഖങ്ങൾ അവർ ഉന്നയിച്ചത്. അതിലേറ്റവും പ്രധാനം അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്പനി നിയമത്തിലെ 210 വകുപ്പ് പ്രകാരം രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയതാണ്. അതിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതാണ്. ആ ഒരു ഘട്ടത്തിലാണ് SFIയുടെ അന്വേഷണം വരുന്നത്. മാത്രമല്ല ഈ വകുപ്പ് സംബന്ധിച്ചും വലിയ തോതിലുള്ള വിമർശനം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആശങ്കകൾ എന്തായാലും അവർ കോടതിയെ അറിയിച്ചിരുന്നു. അത് 212 എന്ന് പറയുന്നത് UAPA പോലുള്ള സമാനമായ രീതിയിലുള്ള വകുപ്പാണ്. കോടിക്കണക്കിന് രൂപയുടെ, അത് സഹാറ പോലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ കേസുകളിൽ മാത്രം ഉൾപ്പെടുത്തുന്ന വകുപ്പാണ്. ആ വകുപ്പ് പ്രകാരമാണ് SFIO ഈ ഒരു കേസിൽ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതൊക്കെയായിരുന്നു എന്തായാലും എക്സാലോജിക്കിൻ്റെ വാദം. പക്ഷേ ആ വാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് ഇന്നിപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി SFIO മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് 135 കോടി രൂപ, അത് ആദായ നികുതി വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം തന്നെയാണ്, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് SFIO ആ രേഖകൾ എന്തായാലും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതിൽ 135 കോടി രൂപ CMRൽ
കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. അത് രേഖാപ്രകാരം സംഭാവനയായി നൽകിയിട്ടുണ്ട്. സേവനങ്ങളൊന്നും വാങ്ങാതെയാണ് എക്സാലോജിക് 1,26,00,000 രൂപ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ധരിപ്പിക്കുന്നു. മാത്രമല്ല അതിനൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, SFIO പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, രേഖകൾ പ്രകാരം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് ഇല്ലീഗലായും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന സംശയം തങ്ങൾക്കുണ്ട് എന്നൊരു കാര്യവും പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു വിധിയിലേക്ക് വന്നിരിക്കുന്നത്. വലിയ തിരിച്ചടി നേരിടുന്ന വീണ വിജയനും എക്സാലോജിക്കിനും ഒക്കെ വലിയ തിരിച്ചടിയാകുന്ന ഒരു വിധിയിലേക്ക് എന്തായാലും ജസ്റ്റിസ് M നാഗപ്രസന്ന എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം SFIയുടെ വാദങ്ങൾ പൂർണ്ണമായും തന്നെ അംഗീകരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. എന്തായാലും വിധിപ്പകർപ്പ് വരേണ്ടതുണ്ട്, വിധിയുടെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ആ വിധിപ്പകർപ്പ് വരുമ്പോൾ മാത്രമാണ് ഈ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതായത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത, കടുത്ത നടപടികളിലേക്കൊന്നും കടക്കാത്ത അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആ വിധിപ്പകർപ്പിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. മറ്റെല്ലാ തലത്തിലും ഈ SFIക്ക് അന്വേഷണവുമായി മുൻപോട്ട് പോകാം. സ്വാഭാവികമായും വളരെ വേഗത്തിൽ ഇനി വീണയിലേക്ക് എത്തുക, വീണ വിജയനിലേക്ക് എത്തുക, എക്സാലോജിക്കിലേക്ക് എത്തുക എന്നത് തന്നെയായിരിക്കും ഈ പറഞ്ഞ SFIയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം നേരത്തെ തന്നെ അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ അവർ തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും കർണാടക ഹൈക്കോടതി ഇടപെടുകയും കടുത്ത നടപടികളിലേക്ക് പോകരുതെന്നുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ കർണാടക ഹൈക്കോടതി എക്സാലോജിക്കിന് നൽകിയൊരു നിർദ്ദേശം SFIയുടെ അന്വേഷണവുമായി സഹകരിക്കണം, അവർ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി സ്വാഭാവികമായും വളരെ വേഗത്തിൽ എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയായിരിക്കും SFIയുടെ അടുത്ത നടപടി എന്ന് പറയുന്നത്. ആ നടപടികളിലേക്കായിരിക്കും എന്തായാലും കടക്കുക. എന്തായാലും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ച ഇതിനകം തന്നെ ആയിക്കഴിഞ്ഞു. എന്തായാലും അതിലേക്ക് വലിയ തോതിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാനൊക്കെ സാധ്യതയുള്ള ഒരു വിധി തന്നെയാണ് ഇന്നിപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അനുജ, അതാണ് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് നാളെ മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും ഒറ്റ വാക്കിൽ ഈ ഹർജി തള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ തിരിച്ചടിയാണെന്നും സംശയമില്ല. ഷഫീദ് റാവുത്തർ കൂടിയുണ്ട്. ഷഫീദ്, ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാദം അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു, മുഖവിലക്കെടുത്തിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരാമെന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താകും എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കിയിരിക്കുന്നു. മടിയിൽ കനമില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവന അവിടെ നിലനിൽക്കെ തന്നെ മറ്റൊന്ന് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം വരുന്നു എന്നുള്ളത്. ഇപ്പോൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ മന്ത്രിമാർ P. രാജീവ്, V. ശിവൻകുട്ടിയെ പോലെയൊക്കെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇനി നാളെ ഒരുപക്ഷെ ഇതിന്റെ വിശദമായിട്ടുള്ള ഉത്തരവ് ലഭിച്ചതിന് ശേഷം ഒരു പ്രതികരണം എന്ന തരത്തിലേക്കാകാമോ പാർട്ടി പോകുന്നത്? അനുജ, എക്സാലോജിക്കിൻ്റെ അതല്ലെങ്കിൽ വീണ വിജയൻ്റെ ഹർജി അത് കർണാടക ഹൈക്കോടതി തള്ളിയതോടെ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായിട്ടുള്ളത് CPIM സർക്കാരും മുഖ്യമന്ത്രിയുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രവുമല്ല ROC റിപ്പോർട്ട് വന്നതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ടുള്ള വേട്ടയാടലിനെ നിയമപരമായി നേരിടും എന്നുള്ളതാണ്. അതിനുശേഷമാണ് SFI അന്വേഷണം വരുന്നത്. SFI അന്വേഷണം വന്ന സമയത്തും വീണ വിജയനെയും എക്സാലോജിക്കിനെയും പൂർണ്ണമായും സംരക്ഷിച്ചിട്ടുള്ള പ്രതികരണം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ഇത് കോടതിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പോലും CPMനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വിഷയത്തിൽ CPIM വിയർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SFIയുടെ തുടരന്വേഷണം എങ്ങനെയാണ് എന്നുള്ളതിലാണ്. സ്വാഭാവികമായും നാളത്തെ ജഡ്ജ്മെന്റ് റിപ്പോർട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിരക്ഷ, അത് വീണ വിജയന് അറസ്റ്റ് പരിരക്ഷ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമായിരിക്കും. ഒരു പക്ഷേ രേഖകൾ ഹാജരാക്കും വരെ ഒരു അറസ്റ്റ് പരിരക്ഷ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇനി അനുവദിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാം CMRലെ പരിശോധന കഴിഞ്ഞു, KSIDCയിലെ പരിശോധന കഴിഞ്ഞു. ഇനിയുള്ളത് എക്സാലോജിക്കാണ്. എക്സാലോജിക്കിൻ്റെ ഏക MD വീണ വിജയനാണ്. വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ മറ്റ് നടപടികളിലേക്കൊക്കെ SFI കടക്കും. അതുള്ള നിയമപരമായിട്ടുള്ള പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണ്. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകും. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഉണ്ടാകുന്നത് വീണ് കിട്ടുന്നൊരു അവസരം പോലെ പ്രതിപക്ഷം ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നിയമസഭയിലടക്കം എക്സാലോജിക്ക് വിഷയം ഉയർത്തിക്കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചപ്പോഴൊക്കെ സ്പീക്കറുടെ അക്കാര്യത്തിലെ നിലപാടെന്ന് പറയുന്നത് എക്സാലോജിക്ക് വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതെന്തിന് നിയമസഭയിൽ ചർച്ച ചെയ്തു, നിയമസഭാ ചട്ടങ്ങൾക്ക് അത് വിരുദ്ധമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെയൊക്കെയൊരു പരിരക്ഷ ഒരുക്കിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതിലെല്ലാം അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും ഒടുവിലത്തെ എക്സാലോജിക് വിവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ അത് വീണ വിജയനും കടന്ന് മുഖ്യമന്ത്രിയിലേക്ക് നീളുന്ന സംശയത്തിൻ്റെ നിഴലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം
CMRL കമ്പനിയുമായി ഖനന എഗ്രിമെന്റ് അല്ലെങ്കിൽ ഖനന കരാർ അത് റദ്ദാക്കാൻ 2019 കേന്ദ്ര നിയമ ഭേദഗതിക്ക് ശേഷം പറ്റുമായിരുന്നിട്ടും 5 വർഷം കാത്തിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ മാസപ്പടി വിവാദം ഉണ്ടായതിനു ശേഷം മാത്രം ഡിസംബറിൽ അത് റദ്ദ് ചെയ്തു എന്നുള്ളതാണ് വ്യവസായ വകുപ്പിന്റെ ഉത്തരവ്. സ്വാഭാവികമായും അതെന്തിനാണ് എന്നുള്ള ചോദ്യം മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുന്നു. അങ്ങനെ ചില രാഷ്ട്രീയ തലവേദനകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചിട്ടുമുണ്ട്. അനുജ, ഏതായാലും ഇതിനൊക്കെയുള്ളൊരു കൃത്യമായ മറുപടി ഒരുപക്ഷെ നാളെ വിശദമായ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം നൽകും എന്നതാണ് നമ്മൾ കരുതുന്നത്.